എടി വേഗം അച്ഛൻ്റെ അടുത്ത് വരാൻ പറടി ചക്കി. എടി വേഗം വരാൻ പറ. ആടി ശരി, ഒരു മിനിറ്റ്. അച്ഛൻ ഇങ്ങോട്ട് വരുമോ? ഞാൻ ഇവിടേക്ക് പോവാണ്, വേഗം വായോ. നിങ്ങളെവിടെ നിൽക്കുന്നേ? അച്ഛ നമ്മൾ പിന്നെ പുറത്തുനിന്ന് അങ്ങോട്ട് വായോ. ആ മോളെ ഇപ്പൊ വരാം. ഞാൻ വന്നോ? അതോ എനിക്ക് ടൂർ പോവാൻ ക്യാഷ് തരുമോ? 1000 രൂപ. എനിക്കും ടൂർ പോവാൻ ക്യാഷ് തരുമോ? 1000 രൂപ. നിന്റെ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചോ? നിങ്ങൾ രണ്ടുപേരും? അമ്മയൊക്കെ സമ്മതിച്ചു, അച്ഛനും കൂടെ സമ്മതിച്ചാൽ മതി. അതൊക്കെ നമ്മളെ സോപ്പിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു. 1000 2000 അല്ലേ? എക്സ്ട്രാ ഫീസൊന്നും കൊണ്ടുണ്ടല്ലോ. ഏയ് വേണ്ട അച്ഛ, ഞാൻ അമ്മേൻ്റെ അടുത്ത് നിന്ന് ചോദിച്ചിട്ട് പറയട്ടെ. അച്ഛൻ സമ്മതിച്ചു, ഞാൻ പോവും, ഞങ്ങൾ രണ്ടാളും പോവും എന്ന് പറഞ്ഞിട്ട് വരാം. നീ പോയിക്കോ. അച്ഛ എല്ലാം സെറ്റായി. അച്ഛ അതെ, ഞാൻ വെറുതെ പറഞ്ഞതാ. ചേച്ചിക്ക് ശരിക്കും പറഞ്ഞ 2000 പിന്നെ സമ്മതിച്ച് ടീച്ചർക്ക് പറഞ്ഞ ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചേച്ചീൻ്റെ അടുത്ത് പറയണ്ട, എനിക്ക് 1000 ഉള്ളൂ. ആണോ മോളെ? അപ്പോൾ ബാക്കി പൈസ അവരെ ചോദിക്കല്ലേ? അവള് വരട്ടെ. അച്ഛ ഞാൻ പറഞ്ഞതൊന്നും പറയരുത് കേട്ടോ. അതെന്താ മോളെ? അവളെന്നെ കൊല്ലും, പറഞ്ഞ മുണ്ടൂല. ഞാൻ പറയില്ല. അവള് വരട്ടെ, ബാക്കി അപ്പം നോക്കാം. അച്ഛ അമ്മേൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ എന്ന് പറഞ്ഞു. മോളെ എന്നാ മോള് മൂത്തോള് പോണ്ട, ഇളയോള് മാത്രം പോട്ടെ. നീ മൂത്തോള് ലൂസിയെ നീ കുറേ വട്ടം പോയിട്ടുള്ളതല്ലേ, പ്രാവശ്യം ചക്കിയൊന്നും പോട്ടെ. ഞാൻ പോവും, സമ്മതിച്ച ശേഷം പിന്നെ ആയിട്ട് വെച്ചിട്ട് ഞാൻ പോവാതിരിക്കില്ല. എന്താ ചേച്ചിനെ വിടാത്തെ? എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. 2 പേർക്കും കൂടി 1000 രൂപയാവും. ചേർത്തില്ല, 2000 ആവില്ലേ? അപ്പോൾ ചക്കി മാത്രം പോയിട്ട് പറ്റും. ഞാൻ സമ്മതിക്കാം, പക്ഷേ അടുത്ത പ്രാവശ്യം ചക്കീനെ കൊണ്ടരുത്, എന്നെ മാത്രം കൊണ്ടുപോകണം. പറ്റുമോ? ശരി, അങ്ങനെ ആവട്ടെ. അന്ന് ഞാൻ പോകണം. മോളെ നീ പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. മോളെ നിന്ന് ഇങ്ങോട്ട് വന്നേ. ശരി അച്ഛ. എന്താ അച്ഛ? മോളെ അതൊന്നും അവളെ ആശ്വസിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അവള് നിന്നെ അടുത്ത പ്രാവശ്യം വീട് അവള് പോകാതിരിക്കാൻ വേണ്ടി പറയുകയാണ്. ഓ അങ്ങനെ, ഞാൻ പറയില്ല കേട്ടോ. നിങ്ങളെന്താ കുശലം പറയണ്ടെന്ന്? എന്തൊന്നുമില്ല, അവളെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. പക്ഷേ ദിവൾ തോറും ദിവസം നമുക്ക് വേറെ എവിടെയും പോകണം, അത് പറ്റുമോ? അതൊക്കെ അപ്പം തീരുമാനിക്കാം. നിങ്ങൾ പോയിക്ക്, എനിക്ക് കുഴപ്പമില്ല. എന്നാ നോക്കട്ടെ. പറ്റില്ല കേട്ടോ, ഞാൻ അങ്ങോട്ട് പോകും സ്കൂളിൻ്റെ ഒപ്പം. ശരി, കൊണ്ടുപോവാം കേട്ടോ, പേടിക്കണ്ട. ചക്കി നീ പോയിട്ട് ടൂർ പോകേണ്ട പുറപ്പാട് പോയിക്കോ. ശരി അച്ഛ. ഞാൻ പോയിട്ട് അമ്മേൻ്റെ അടുത്ത് പറയട്ടെ, ഞാൻ പോണില്ലെന്ന്. ഇനി അമ്മ ദിവസം ഫുൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഇതാക്കും. നീ പോയിട്ട് വാ. ചേച്ചിക്ക് വിഷമമില്ലല്ലോ ചേച്ചി? എനിക്ക് വിഷമമൊക്കെ എന്തിനാ, ഞാൻ വേറെ സ്ഥലത്തേക്ക് പോവല്ലോ, പിന്നെന്താ. ഞാൻ പോയിട്ട് അമ്മേൻ്റെ അടുത്ത് പറയട്ടെ. മോളില്ലേ? ശരി അച്ഛ. നീ പോയിട്ട് ടൂർ പോകേണ്ട കാര്യങ്ങളൊക്കെ നോക്കിക്കോ.